ഇവിടെ ഈ തൊടിയിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവല് അവനുണ്ടാ ഇതാ ഇവിടെ തന്നെ വലിയ തുമ്പാണ് ഇതൊക്കെ ഇതാണല്ലേ വലിയ തുമ്പ ഏതെങ്കിലും ഒന്ന് പോരാ ചേച്ചിക്ക് കഞ്ഞുണ്ണി എന്താ അതിന്റെ പേര് ഓർമ്മ ഉണ്ടാകും ഏതാ ആരാ എൻ്റെ ഇലയാണത് കരിനച്ചി ഇതാണ് ഇടിഞ്ഞില് ഇത് തൈതാമയാണ് കേട്ടോ നമ്മളെ മുറ്റത്തില്ല തന്നെയാണ് കുറേ ഉണ്ട് ഇത് വാദത്തിൻ്റെ അസുഖതയും ഡോക്ടർ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു തണ്ട് കുഴിച്ചിട്ടാണ് ഒരുപാടുണ്ട് അതിന്മേൽ ഇനിയിപ്പോൾ നമ്മൾ ഉമ്മാനോട് കൂടി ചോദിച്ചിട്ട് ഏതൊക്കെ മരുന്നാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കുക എനിക്കറിയണത് അറിയണമുണ്ട് ഉമ്മാക്ക് അറിയണ ഏതൊക്കെ നമുക്ക് തൈതാമ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇതാണ് പൊന്നാങ്കണ്ണി ചീര ഇത് നമ്മളിലാണ് മരുന്നുകൾ കുറേ ഉണ്ട് അറിയാം അപ്പോൾ എന്തൊക്കെയാന്നില്ല പേര് നോക്കിയിട്ട് ഓരോന്നിൻ്റെ പേര് പറയാം ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താ നോക്കി അതാണ് കാട്ടുള്ളത് ഇനി ഇതോ തുമ്പ പിന്നെ മുക്കുറ്റി പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഇത് മറ്റേതാണ് ഓർക്കാപ്പുളിൻ്റെ ഇല ചിലുമ്പിപ്പുളിൻ്റെ ഇല പിന്നെ ഇതാണ് മനസ്സിലാകാത്തത് അതാ മറ്റേത് അതാണ് ആ വള്ളി അത് നിങ്ങൾ പറഞ്ഞ അതെന്താണ് ചിറ്റാമൃത് അതാണ് ചിറ്റാമൃത് ഇത് വെറും വള്ളിയാണ് പിന്നെ മറ്റേ അതെന്താണ് ഇടിഞ്ഞിലല്ലേ ഇടിഞ്ഞില് പിന്നെ അതുമാണ് മറ്റേത് ഇതിനെന്താ പറയാ അല്ല കല്ലുരുക്കി കല്ലൊക്കെ പോവാ മൂത്രക്കല്ലൊക്കെ അങ്ങനത്തെ അല്ല അതാണ് കല്ലുരുക്കി ഇതൊക്കെ നമ്മൾ മുറ്റത്ത് തന്നെ അല്ല സാധനം കല്ലുരുക്കി ഇതാണ് മറ്റേത് പിന്നെ അല്ല എണ്ണ വെച്ചിരുന്ന സാധനമല്ല എന്താണ് കഞ്ഞുണ്ണി അതിന് മറ്റേ വേറൊരു പേരുണ്ടല്ലോ
ബ്രഹ്മ എന്താണ് ബ്രഹ്മജാതി എന്താ ഒരു എണ്ണ ഉണ്ടാക്കണ കഞ്ഞുണ്ണി ബ്രഹ്മരാജ എന്നൊക്കെ പറയില്ല. ഇതാണ് മറ്റേ മുളകിന്റെ തൂമ്പ്, ചീരമുളകിന്റെ തൂമ്പ്. ഇതൊക്കെ ഒരു സാധനല്ലേ? അല്ല, ഇത് വേറെ. അല്ല, യോരിലല്ല. ഇതും പുല്ലാണിന്റെ തൂമ്പാണ്. പുല്ലാണി. ഇത് കൂവ. ഇതാണ് മറ്റേ പിന്നെ സാധനം. ഞമ്മളവിടല്ലേ ഒരു കായില്ല, നിലത്തിങ്ങനെ പറ്റിക്കണം, മഞ്ഞളിന്റെ മാതിരില്ലേ, അതിനെന്താ പറയാ? തച്ചൂരല്ലേ? കച്ചൂര. ഇതാണ് കച്ചൂര. പിന്നെ മറ്റേത് ഇത് എന്താണ്? അതിലൊന്നെടുക്ക്. പേരറിയില്ല. അല്ല, ഇതിന് പേര് എന്താണ്? ഒരു പേരുണ്ടല്ലോ, ചേച്ചി പറഞ്ഞു എന്തോ ഒരു പേര്. ഇതാണ് പേരറിയാതെ പേര് തന്നിട്ട് കാര്യമില്ല. ഒരില. അത് മറ്റേ എന്താണ് കഴിച്ചണ മുണ്ടൻ കയ്പങ്ങ അങ്ങൊക്കെ പറയില്ല, ചെറുപ്പത്തിലൊക്കെ മുണ്ടാതെ പോയിരുത്തുന്നു. അതിന്റെ വള്ളി മുണ്ടൻ കയ്പങ്ങന്റെ വെള്ളത്തണ്ട്. ആ കുട്ടികളൊക്കെ മായ്ക്കാൻ എടുക്കലുണ്ടായിരുന്നു ചെറുപ്പം. വെള്ളത്തണ്ട്. അല്ല, ഇതാണ് നെല്ലിയാണ്. നെല്ലിന്റെ തൂമ്പ്. നെല്ലിത്തൂമ്പ് അതൊക്കെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇതൊക്കെ ആയിരുന്നു കേട്ടാ. ഇതൊക്കെ ചേച്ചി എടുത്തുന്നാണ്. ഇതെങ്ങനെ ഇതിന്റെ പേര് അറിയണോല് കമന്റ് ചെയ്യണ്ടേ. കുറുന്തോട്ടിന്റെ വേരെല്ലാം എടുക്കുക. ഇലയൊക്കെ എടുക്കുക. ഇത് മൊത്തം എടുക്കൂലേ? കുറുന്തോട്ടിതാ. കാവത്തിന്റെ തൂമ്പ്. കാച്ചില് വള്ളി. ഇത് കയ്യിൽ വെട്ടന്നെ തോന്നും. ഇതിന്റെ തൂമ്പാണ്. കാവത്തിന്റെ തന്നെ വെക്കും. ഇത് മറ്റേത് പൂവാങ്കുറുന്നല്. ഇത് എടുക്കും ഇങ്ങനെ. ഇത് കണ്ണിന് അല്ല, കണ്ണിന് ഒറ്റിച്ചെന്നല്ല ആദ്യമൊക്കെ. കണ്ണ് എന്താ ചോക്കട ഇന്നലെ കൊണ്ടുവന്നില്ല ഒരു സാധനം. പിന്നോട് വെച്ചില്ല. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു. അതിന്റെ പേര് പച്ചില പെരുമാള് എന്നാണ് നമ്മളവിടെ നിന്നൊക്കെ പറയല്. ഇവിടെ പച്ചിലി പിരോള് അറിയും ചെല്ലുവല്. എന്താണ് എനിക്കറിയില്ല. അവിടെ പച്ചില പെരുമാള് എന്ന് അതിനെ പറയല്. ആ സാധനം എണ്ണ ഉണ്ടാക്കണ സാധനം. ഇത് പൂവാങ്കുറുന്നല് പറഞ്ഞല്ലോ. പിന്നെ അത് മുളകിന്റെ തുമ്പ് തന്നെയാണ്. അതില്ല, അല്ല, അത് ഇതാണ്. മറ്റേ കുട്ടികൾക്കൊക്കെ ആദ്യം കുളിപ്പിച്ചാനൊക്കെ ഇടല്ലേന്ന്. കുളിപ്പിച്ചുമ്പോ വെള്ളം കാച്ചി മുഞ്ഞന്റെ അല്ല, അത് പല അവിടെ ഉണ്ട്. ഇത് പിന്നെ ഒരിലല്ലേ? ഒരില. പിന്നെ ഇത് തുളസി. പനിക്കൂർക്ക. എന്തൊക്കെയാണാവോ ഇതിനെന്താ പറയാ? ഏത്? ഈ വള്ളിക്ക. അതാണ് തൈതാമ. ഇത് തൈതാമല്ല, മറ്റേ വെള്ളമുത്തള്.
മുത്തിള് വെള്ളം തിളപ്പിച്ച് കുടിച്ചാനൊക്കെ പറ്റിയ നല്ല ഒരു ഇതാണിത്. വെള്ളമുത്തിള് ബുദ്ധിശക്തിക്കും നല്ല ഇതാണത്. ഓർമ്മശക്തിയൊക്കെ കൂടും. വെള്ളമുത്തളാണത്. ഇതിൻ്റെ ഒരു ഇല അതാ വെള്ളമുത്തള. ഇതൊക്കെ കേൾക്കണം നല്ല. കിയാർനെല്ലി അതൊക്കെ മുത്തള് വെട്ടാണ്. വെള്ളമുത്തള് ഇതൊക്കെ ഒരു ദിവസം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കേണ്ടി വരും, മണ്ണ് പോണെങ്കിൽ. തുളസി കിട്ടി. ചേനത്തൂമ്പ്. ചേനക്ക് ചേന തന്നെയല്ലേ അറിയാം. ചേനൻ്റെ ഒരു ഇല, ചെറിയ കഷ്ണം ഇല, തൂമ്പ്. പിന്നെ നിലപ്പനാണിത്. നിലപ്പനൻ്റെ കിഴങ്ങ് നല്ലതാണ്. ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ല സാധനമാണ് നിലപ്പന. ഒരുപാട് അസുഖങ്ങൾക്ക്, കാലുവേദന, ഇതിനൊക്കെ പറ്റും. ഇതിൻ്റെ കിഴങ്ങ് ഇല എടുക്കൂല അല്ലേ, തണ്ട് ഈ ഇത് മാത്രം, കിഴങ്ങ് മാത്രം. നിലപ്പന ഇതുണ്ടാവും. ഇത് പിന്നെ എല്ലായിടത്തും മുറ്റത്തൊക്കെ ഉണ്ടാവും. ഒരു വിധം എല്ലായിടത്തും ഉണ്ടാവും ഈ സാധനം. നിലത്ത് ഇങ്ങനെ പറ്റിയോണ്ടാണ്. കത്തി എന്തെങ്കിലും വേണം എടുക്കണമെങ്കിൽ അല്ലേ. ഇതാണ് അതിൻ്റെ കിഴങ്ങ്. തൂവ. ചോറി തൂവ. ഇതൊക്കെ നിലപ്പനാണ്. നിലപ്പന നല്ല. ഇതിൻ്റെ കിഴങ്ങ് കത്തി എടുത്താണ്ട് അങ്ങനെ നല്ല പറ്റി കിട്ടൂല. ഇതാ പാടത്തുനിന്നായതുകൊണ്ട് അങ്ങനെ. അമ്പായങ്ങൻ്റെ അല്ല, അമ്പായത്തിൻ്റെ അമ്പായം. പേരക്കൻ്റെ അല്ല, പേരക്കൻ്റെ തൂമ്പാണ്. കരിനെച്ചി. അരിവേപ്പ്. കഴിച്ചണ വേപ്പ്. അരിവേപ്പ്. ഇത് അമ്പായങ്ങൻ്റെ തന്നെ. അതാണ് മറ്റേ നീലപ്പയർ എന്നെന്താ പറഞ്ഞു. നീലപ്പയർ എന്നറിയാം. ഇതിപ്പോൾ ഒരു ഇതാ ഇങ്ങനെ ഒരു പയറിൻ്റെ പോലെ. ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ കളിച്ചുമ്പോൾ അങ്ങനെ പയറാക്കിയത് കുട്ടികളൊക്കെ കളിച്ച. ഇതിനെന്താ പേര് അറിയില്ല. മൂവില. അത് മൂവിലാണത്. മൂവിലാണ്. ഇത് ചീര. ഇത് ഇങ്ങനത്തെ ഒരു ചീര. ഏത് ചീര ഇടാം. ഇതും ഭൃംഗരാജ, കഞ്ഞുണ്ണി. പിന്നെ ഇത് അതന്നെ കിയാർനെല്ലി വെട്ടതാണ്. 2 സൈസ് കളറില്ലേ അതിലും. പിന്നെ ഇത് നമ്മളെ മുറ്റത്തില്ല സംഗതിയാണ്. ഇത് എന്താണ് വെള്ളാങ്കണ്ണി ചീര. വെള്ളാങ്കണ്ണി ചീരയാണ്. വെള്ളാങ്കണ്ണി ചീര. പിന്നെ തയുതാമി നമ്മളെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ. ഇതാണ് തയുതാമ. ഇതിനൊരു നീല പൂവുണ്ടാവും. ഇതാണ് തയുതാമ. ഇതൊക്കെ നല്ല മരുന്നാണ്. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞ മരുന്നാണ്. ഡോക്ടർമാർ കാലുവേദനക്ക്, ഈ വാദത്തിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ പറ്റും. ഇത് ചെറുകർലാടി. ഇതൊക്കെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവും. അതില്ലാത്ത ചെടിയാണ്, അതിടണ്ട. പിന്നെ അതാണ് മറ്റേ ഇതാണ്. ഇതാ സാധനം ആദ്യം കാണിച്ചത്.
പിന്നെ എന്തോ ഒരു പേരുണ്ട്, പേര് കിട്ടണില്ല. അത് ഇന്നില്ല. പിന്നെ ഉണ്ടൻ കയ്പങ്ങ നടത്തി കൂട്ടിയില്ലേ. ഇനി പച്ചമഞ്ഞൾ, പിന്നെ അതാ മറ്റേ എന്താണ് ചെങ്ങണം എന്നറിയാം, ചെങ്ങണപ്പുല്ല്. അത് ചെങ്ങണയല്ല, തെരുവപ്പുല്ല്. തെരുവപ്പുല്ല് അതാണ് ഒറിജിനൽ ഭാഷ. ചന്ദനല്ല, ചെങ്ങണം. ചങ്ങണം ഇവിടുത്തെ ഭാഷയല്ലേ, ചന്ദനാണ്, ചന്ദനപ്പുല്ലാണ്. ചന്ദനപ്പുല്ലാണ് അതാണത്. ഇവിടുത്തെ ഭാഷ. ഇത് വെള്ളം കുടിച്ചാനൊക്കെ പറ്റും, നല്ലതാണ്. പിന്നെ ഇത് പെരില. ഇതിന്റെ പേരില്ലേ, ഇതിന്റെ പേര് പെരിലന്റെ പേര്. പിന്നെ 2 കാന്താരി. പിന്നെ ഇത് ബ്രഹ്മി. അല്ല, ബ്രഹ്മിയാ കൂട്ടിന്നാ? അല്ല, സന്തോഷ് ബ്രഹ്മി. ഇതാണ് ബ്രഹ്മിയാണിത്. ബ്രഹ്മി കൊറേ കഴിക്കണു. ഇനിയിപ്പോ കച്ചൂരം എന്ന് പറഞ്ഞാൽ ഈ ഇല മഞ്ഞളിനെ പോലത്തെ അങ്ങനത്തെ ഇല കാണിച്ചു തന്നില്ലേ, അതിന്റെ കിഴങ്ങാണത് കച്ചൂരം. പിന്നെ പച്ചമഞ്ഞളും. ഇത്രയും ഉണ്ട്. അതൊക്കെ ഇനി മിക്സിയിൽ ചെറുതാക്കി നല്ല കഴുകിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരിച്ചിട്ട് അതിൻ്റെ ചാറെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് അതിന് കുറച്ചെടുത്തിട്ട് ഒരു 8-10 ദിവസമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയാണ്ട് പിന്നെ കഞ്ഞി അതിൽ വെക്കുക, ആ ചാറിൽ. എന്നിട്ട് തേങ്ങാപ്പാലും പിന്നെ ചെറിയ അരിയിട്ട് ഉലുവയും അരിയും കൂടി ഇട്ടാണ്ട് വെക്കുക. തേങ്ങാപ്പാലും പിഴിഞ്ഞ് തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ഇടാം. തേങ്ങ ഇല്ലാത്തവർക്കൊക്കെ തേങ്ങ ഇട്ടാൽ മതി.